അല്ലെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി 100,000 വീഡിയോകൾ കണ്ടാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാവും. ബർത്ത്ഡേ കേക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പഠിക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 3 തവണ ഞാൻ ഇതുവരെയായിട്ടും ഞാൻ ഉണ്ടാക്കി. ഇത് 3-ാം തവണയാണ് ഈ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കറക്റ്റ് പെർഫെക്ഷൻ ആയില്ലെങ്കിലും ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോഴൊക്കെ ആണെങ്കിലും വിപ്പിംഗ് ക്രീം എനിക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലായിരുന്നേ. പക്ഷേ ഇത്തവണ എനിക്ക് വിപ്പിംഗ് ക്രീം കറക്റ്റായി കേട്ടോ. നമ്മളങ്ങനെ ഏത് കാര്യമാണെങ്കിലും നമ്മൾക്ക് കുറേ ചെയ്തെങ്കിലും നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ ചേട്ടായുടെ ബർത്ത്ഡേക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കണം, ആ കേക്ക് കട്ട് ചെയ്യണം എന്നാഗ്രഹിച്ച് ഞാൻ ഉണ്ടാക്കിയ കേക്കാണിത് കേട്ടോ. അപ്പോൾ ഒത്തിരി സോഫ്റ്റ് ആയില്ല, കാരണം അത് ഫോൾഡ് ചെയ്യുന്ന, അതായത് ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്യുന്ന ഒരു രീതിക്ക് പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഫോൾഡ് ചെയ്യുന്നത് എത്രത്തോളം ഫോൾഡ് ചെയ്യണം എന്നുള്ളതിനകത്ത് എനിക്ക് ഒരു കൺഫ്യൂഷനായി. അപ്പോൾ ആ ഒരു ഫോൾഡിങ് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ ഫോൾഡ് ചെയ്തെന്നൊരു സംശയം. അതുകൊണ്ടാണ് തോന്നുന്നു ഇതിങ്ങനെ കട്ടിയായത്. മീൻസ് ഒത്തിരി കട്ടിയല്ല, അത്യാവശ്യം സോഫ്റ്റ്നെസ്സും ഉണ്ട് കേട്ടോ. എന്താണേലും ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഉണ്ടാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കട്ട് ചെയ്തതിൻ്റെ താമസം അത് ഫുൾ കേക്കും ആ ദിവസം തന്നെ തീർന്നു കേട്ടോ. ചേട്ടയ്ക്കും പിള്ളേർക്കും ഒക്കെ ഇഷ്ടമായി കേട്ടോ. അതായത് അത്യാവശ്യം സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. ഒരു കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ്നെസ് ആവുകയാണെങ്കിൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് സൈഡ് പെർഫെക്ഷനൊന്നും അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല. എന്നാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, അതിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ എൻ്റെ ചേട്ടയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കട്ട് ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ഇതുപോലെ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അതും ക്രീം കേക്ക്, അതുപോലെ നമുക്ക് ടീ കേക്ക്, അങ്ങനെയൊക്കെയുള്ള കേക്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അത് ഉണ്ടാക്കി പഠിക്കാനായിട്ട്. അങ്ങനെ ദേ സൈഡ് പെർഫെക്ഷൻ, ഞാൻ സൈഡിൽ ക്രീം തേച്ചെങ്കിലും പെർഫെക്ഷൻ കിട്ടില്ല. എന്നാൽ പിന്നെ ഞാൻ കളർ ചേർത്തത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സൈഡിലേക്ക് ചേർത്തേക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഉള്ളതൊക്കെ വെച്ച് സൈഡിലേക്ക് ചേർത്തു. അപ്പം അഭിമുഖൊരാഗ്രഹം അതിനകത്ത് മഞ്ചിൻ്റെ മഞ്ച് പൊടിച്ചിട്ട് കുറച്ച് ഇട്ട് ഡെക്കറായിട്ട് ചെയ്യണമെന്ന്. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം കുറച്ച് മഞ്ചും കൂടെ പൊടിച്ച് ഇട്ട് അത് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ച് അഭിമോൾ പറഞ്ഞു, ഇനി എല്ലാവരുടെയും ബർത്ത്ഡേക്ക് അമ്മ ഉണ്ടാക്കിയാൽ മതിയെന്ന്. ഈ കേക്കിൻ്റെ അടിയിൽ വെക്കുന്ന ആ ഒരു റൗണ്ട് സാധനം ഞാനിങ്ങനെ, നമുക്ക് കേക്കൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അടിയിലൊക്കെ ഉണ്ടാവില്ല സ്ക്വയറിലും റൗണ്ടിലും ഒക്കെ, അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ കഴുകി ഉണക്കി വെക്കുകയും. അങ്ങനെ ഞാൻ KR ബേക്സിൻ്റെ കഴിഞ്ഞ തവണ ആരുടെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിയപ്പോൾ ഞാനത് കളയാതെ കഴുകി ഉണക്കി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ വേറെയും കുറേ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കളർ ഞാൻ ആകെ ഈ ബ്ലൂ കളർ മാത്രമേ വാങ്ങി വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനുണ്ടാക്കിയ കേക്ക് ചേട്ടായി മക്കളും കൂടെ ചേർന്ന് കട്ട് ചെയ്ത് കേട്ടോ. എന്നെ ഏറ്റവും കൂടുതൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ മോളാണ് കേട്ടോ. അവളാണ് എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്രയും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. മിക്ക കാര്യങ്ങൾക്ക് ഞാൻ അവളോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. അവളും എന്നെപ്പോലെ ഭയങ്കര ക്രിയേറ്റിവിറ്റീസൊക്കെ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. നന്നായിട്ട് പടം വരയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നന്നായിട്ട് ഡാൻസ് കളിക്കും, പടം വരയ്ക്കും. അങ്ങനെ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കാനും ഡെക്കറേറ്റ് ചെയ്യാനും ഇഷ്ടമാണ്. അങ്ങനത്തെ ക്രിയേറ്റിവിറ്റീസ് എല്ലാം എൻ്റെ മോൾക്കും ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി 100,000 വീഡിയോകൾ കണ്ടാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോകൾ കണ്ട് ആകെ ഞാനും കൺഫ്യൂഷനായി കേട്ടോ. അങ്ങനെ വീഡിയോ കണ്ടതിൻ്റെ എന്തൊക്കെയോ കിട്ടിയതും പിന്നെ എൻ്റെ ഒരു ഊഹമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ഒരു ഊഹം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് 2 തവണ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഐഡിയയിൽ കേട്ടോ. നല്ല സോഫ്റ്റ് ആയില്ലെങ്കിലും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അത്യാവശ്യം സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എന്നിട്ട് ബർത്ത്ഡേക്ക് ആയിട്ട് ചിക്കൻ ഫ്രൈയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അന്ന് കഴിക്കാനായിട്ട്. ഇപ്പം കടകളൊക്കെ ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് ബിരിയാണി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ചിക്കൻ ഫ്രൈയും ചമ്മന്തിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അഭിമുഖക്ക് സാമ്പാറാണ് പ്രിയം, സാമ്പാറും പപ്പടം. അപ്പോൾ പിന്നെ എൻ്റെ അപ്പൂസ് വരാറായി. അപ്പോൾ അഭിമോൾ പറഞ്ഞു അവൾ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബസ്സിൽ കയറ്റി വിടാനും വിളിക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ അവൾ പോയി നിൽക്കുവാനെ വിളിക്കാനായിട്ട്. അഭിക്ക് അന്ന് എക്സാം ഇല്ലാത്ത ദിവസമായിരുന്നു അന്നെന്ന് പറയുമ്പോൾ ഇന്നലെ കേട്ടോ. അങ്ങനെ ചേച്ചി അനിയനെ എടുത്ത് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാമ്പാർ ഞാൻ കടുക് വറുക്കാനുണ്ട്. സാമ്പാർ വിസിലടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനത്തെ സാമ്പാർ ഞാൻ കടുകൊക്കെ വറുത്തു, പൊടികളൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. കഷ്ണങ്ങൾ അധികം കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ.
ഒരു ചെറിയ സാമ്പാറിനുള്ള സാമ്പാർ കൂട്ട് വാങ്ങിയോളൂ കേട്ടോ. ഇവിടെ അധികം പച്ചക്കറി വാങ്ങിയാൽ മിക്കപ്പോഴും അത് ചീഞ്ഞഴുകി പോകും. വെറുതെ വേസ്റ്റാക്കുന്നതല്ലല്ലേ ആവശ്യത്തിന് വാങ്ങുന്നത്. അതുകൊണ്ട് ചെറിയൊരു സാമ്പാറുണ്ടാക്കി. ബുധനാഴ്ച സാമ്പാറും പപ്പടമൊക്കെ ആയിട്ട് ഓടി കേട്ടോ. പിന്നെ ഇന്ന് രാവിലത്തെയാണ് കേട്ടോ, അതായത് വ്യാഴാഴ്ച രാവിലത്തെ. അപ്പോൾ ഇന്നലെ മീൻ വാങ്ങിയിരുന്നു. ഇപ്പം സാമ്പാറും മീൻ വറുത്തതും തോരനുമാണ് കേട്ടോ ഇന്നത്തെ കറികൾ. അപ്പോൾ രാവിലെ മീൻ വറുക്കാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പടവലങ്ങ തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് സാമ്പാറിന് ചാറ് കുറവായിരുന്നു. അപ്പോൾ രാവിലെ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് സാമ്പാർ വേണം. അപ്പോൾ സാമ്പാറിനുള്ള ചാറും കൂട്ടിയെടുത്ത് കേട്ടോ. കുറേ ദിവസം കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിട്ട് കഴിച്ചിട്ട്. അപ്പോൾ ഇന്നപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ചേട്ടായിക്ക് ഇന്നും നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം. അബിക്ക് എക്സാം ഉണ്ട്. അപ്പൂസിനും ഇന്ന് സ്കൂളിൽ പോകണം കേട്ടോ. പക്ഷേ മറ്റു കുട്ടികൾക്ക് എക്സാമൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൂസ് ഇപ്പോൾ ഉച്ചയ്ക്ക് വരും കേട്ടോ. അബിമോളും ഉച്ചയ്ക്ക് വരും. എന്നാലും അപ്പൂസിന് ചോറ് കൊണ്ടുപോകണം, അബിക്ക് ചോറ് കൊണ്ടുപോകണ്ട, ചേട്ടായിക്ക് ചോറ് കൊണ്ടുപോകണം. അങ്ങനെ അപ്പൂസിനും ചേട്ടായിക്കുള്ള ചോറൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ചേട്ടായി ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഇന്ന് അനിയനെ ചേച്ചിയാണ് ഒരുക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ട് അവൻ്റെ മുഖത്ത്. ഇടയ്ക്ക് അവൾ ഒരുക്കാൻ സമ്മതിക്കുകയും ചിലപ്പോൾ സമ്മതിക്കില്ല, ചിലപ്പോൾ ഞാൻ ഒരുക്കാൻ പറയും കേട്ടോ. അങ്ങനെ ഇന്ന് ചേച്ചിയാണ് അപ്പൂസിനെ റെഡിയാക്കിയത് കേട്ടോ. എന്നിട്ട് ഇന്ന് ഞാൻ അപ്പൂസിനെ അഭിമോളെ ഞാൻ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ചെടിച്ചട്ടിയിൽ 3 വാങ്ങി വെച്ചിരുന്നേ. പക്ഷേ അത് ഇതുവരെ നടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബൊഗേമില്ല മാറ്റി നട്ടേക്കാതെ. ചെടിച്ചട്ടിയിൽ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ, ഇതുവരെ ഒന്നും നട്ടില്ല കേട്ടോ. എന്താ ഇന്ന് 3 നട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നത്തേക്ക് വെച്ച് ഇതുവരെ ഒന്നും നടന്നില്ല കേട്ടോ. പിന്നത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കില്ല. എന്നാൽ പിന്നെ കൈയോടെ നട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബൊഗേമില്ലയും 2 സൈസിലെ വിങ്ക റോസും മാറ്റി ചെടിച്ചട്ടിയിലാക്കി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.